നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 15ാം അനുസ്മരണ ദിനം ആചരിച്ച് കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റി. കോടന്നൂർ സെന്ററിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. അലങ്കരിച്ച പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയുമെല്ലാം ആഘോഷത്തെ വർണ്ണാഭമാക്കി. ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ 11ാം വർഷത്തിന്റെ നിറവിലേക്ക്. കഴിമ്പ്രം ബീച്ചിൽ ഈ മാസം 24 മുതൽ 31 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 15ാം അനുസ്മരണ ദിനം ആചരിച്ച് കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റി. കോടന്നൂർ സെന്ററിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. അന്തരിച്ച കെ കരുണാകരന്റെ ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കുറവ് തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുകയാണ്. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്ന ഈ അവസരത്തിൽ മഹത്തായ ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യവും നിലനിർത്താൻ ഏകാധിപതിയായി വർഗീയ ശക്തികളുമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരായി ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ത്യൻ നാഷണൽ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് M. സേതുമാധവൻ അധ്യക്ഷനായി. AP രാമകൃഷ്ണൻ, TM മോഹനൻ, ബിന്ദു അശോകൻ, ടോമി പെല്ലിശ്ശേരി, സന്തോഷ് കുമാർ സെൻ, TK രാജു, ഡെന്നസ് പെല്ലിശ്ശേരി, ടോണി ചിറയത്ത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി ചിറയത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ നിഖിൽ, റിൻസി സാബു, റിൻസി ജൂബി, റോസ്മേരി അബേഷ്, ബിന്ദു, CO ജോൺസൺ, ബിജു കുന്നപ്പിള്ളി, സിൻഡോ കുന്നിക്കര, A. പ്രസാദ്, ഡെൻസൻ ചിറയത്ത്, AA റപ്പായി, ആന്റണി തേക്കക്കര എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. അലങ്കരിച്ച പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയുമെല്ലാം ആഘോഷത്തെ വർണ്ണാഭമാക്കി. PTA പ്രസിഡന്റ് MS അലക്സി ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ പ്രീതി വോഗീസ് ക്രിസ്മസ് സന്ദേശം നൽകി. MPTA പ്രസിഡന്റ് LV സജിത, OSA അംഗം ബീന രവീന്ദ്രൻ എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് ക്രിസ്മസ് കേക്ക് സമ്മാനിച്ചു. VHSC വിഭാഗം പ്രിൻസിപ്പൽ MG ബബ്ലി ഗിരിജൻ, പ്രധാന അധ്യാപിക ലില്ലി ജോസ് കെ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രീ പ്രൈമറി LP വിഭാഗം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുട്ടികൾക്കൊപ്പം അധ്യാപകർ, അനധ്യാപകർ, ജീവനക്കാർ എന്നിവരും ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കാളികളായി. നക്ഷത്രം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? നല്ല സന്തോഷം ഉണ്ടാവും അല്ലേ? നല്ല സന്തോഷമല്ലേ? ലൈറ്റൊക്കെ ഇട്ട് ക്രിസ്മസിന് നക്ഷത്രം കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അപ്പം നിങ്ങൾ കുഞ്ഞു നക്ഷത്രങ്ങളാണെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ എന്ത് തോന്നണം? നല്ല നല്ല സന്തോഷം തോന്നണ്ടേ? അപ്പം നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള കുട്ടികളാവണം? നല്ല കുട്ടികളാവണം. അപ്പം എല്ലാ കുട്ടികളും നല്ല കുട്ടികളായി നല്ല നക്ഷത്രങ്ങളായിട്ട് തിളങ്ങണം. അതാണ് ഇത്തവണ ക്രിസ്മസിന് ടീച്ചർ പറയുന്നത്. ഓക്കെ. ചേർപ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ KG കുട്ടികളുടെ, കുഞ്ഞു കുട്ടികളുടെ ഒരു ക്രിസ്മസ് ആഘോഷമാണിത്. ഒരു വളരെ ഭംഗിയായിട്ട് ക്രിസ്മസ് ട്രീയും ക്രിബും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ചേർപ്പ് സ്കൂളിൻ്റെ PTA സ്റ്റാഫിൻ്റെയും കുട്ടികളുടെയും എല്ലാവരുടെയും നന്മയുടെയും പ്രത്യാശയുടെയും ക്രിസ്മസ് ആശംസകൾ. ലോകമെങ്ങും ക്രിസ്മസ്, ന്യൂ ഇയർ പരിപാടികളും ആഘോഷങ്ങളുമായി നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ GVHS ചേർപ്പ് സ്കൂളിലും നമ്മുടെ കുഞ്ഞുമക്കൾ തയ്യാറാക്കിയ അതിമനോഹരമായ ക്രിസ്മസ് ഫൂഡും നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും അതുപോലെ തന്നെ ക്രിസ്മസ് പാപ്പമാരും ക്രിസ്മസിനെ ഡാൻസ് കളിക്കാനും കരോൾ ഗാനങ്ങൾ അവതരിപ്പിക്കാനും തയ്യാറായി നിൽക്കുന്ന കുഞ്ഞുമക്കളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ നമ്മളുടെ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന PTA, MPTA,
OSA, OTA, SMC എന്നുവേണ്ട എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകർ, അനധ്യാപകർ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്മയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ്, ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ 11ാം വർഷത്തിന്റെ നിറവിലേക്ക്. കഴിമ്പ്രം ബീച്ചിൽ ഈ മാസം 24 മുതൽ 31 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക. ഈ മാസം 24 ബുധനാഴ്ച മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് കൊടിയേറുമെന്ന CC മുകുന്ദൻ MLA യുടെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 6 നടക്കുന്ന കൊടിയേറ്റിന് ശേഷം 7 മണിക്ക് നക്ഷത്ര പെരിഞ്ഞനം അവതരിപ്പിക്കുന്ന വീരനാട്യം അരങ്ങേറും. വ്യാഴാഴ്ച വൈകിട്ട് 7 നടക്കുന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മ്യൂസിക്കൽ ബാൻഡ് അരങ്ങേറും. തുടർന്നുള്ള ദിവസങ്ങളിൽ ദഫ്മുട്ട, DJ, സന ലൈവ് ഷോ, കൈകുട്ടിക്കളി, ഒപ്പന, മണലൂർ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ, ഞാറ്റുപാട്ട്, ഫോക്ക് മെഗാ ഷോ തുടങ്ങിയ പരിപാടികൾ അരങ്ങേറും. ഈ മാസം 29 തിങ്കളാഴ്ച വൈകിട്ട് 6 കളരിപ്പയറ്റ്, ഗാനമേള എന്നിവ നടക്കും. 30 ചൊവ്വാഴ്ച റിമി ടോമി നയിക്കുന്ന മ്യൂസിക്കൽ ലൈവ് ഷോ അരങ്ങേറും. 31 ബുധനാഴ്ച കാരവൻ മ്യൂസിക്കൽ ബാൻഡ് അരങ്ങേറും. തുടർന്ന് പുതുവർഷ പുലരിയെ വരവേറ്റുള്ള DJ നൈറ്റ് കഴിമ്പ്രം ബീച്ചിലെത്തുന്ന ആയിരങ്ങളെ ആവേശത്തിലാഴ്ത്തും. രാത്രി 12 മണിക്ക് ക്രിസ്മസ് പാപ്പ ഫെയർ ഷോ നടക്കും. തുടർന്നുള്ള വർണ്ണമഴയോടെ 11ാമത് മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് സമാപനമാകും. CC മുകുന്ദൻ MLA കൂടാതെ ജനറൽ കൺവീനർ ഷെയ്സ് രാമചന്ദ്രൻ, കോർഡിനേറ്റർ പ്രിയൻ കാഞ്ഞിരപ്പറമ്പിൽ, ബീദി ഹരൻ നെടിയിരിപ്പിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ബീച്ച് ഒരു മണ്ഡല അടിസ്ഥാനത്തിൽ നടത്താൻ ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പണികളും കഴിഞ്ഞു. അത്യാവശ്യം അവിടെ ചില പണികൾ മാത്രമേ ഉള്ളൂ. ചില അവർ കൊണ്ടുവന്ന് ചെണ്ടലും എടുക്കലൊക്കെ ഉണ്ട്, അവിടെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ പണികളും ക്ലിയറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാളെ ഗ്രാമപടിക്കലാണ് പതാക ഉയർത്തും. അത് കഴിഞ്ഞാൽ നാളെ മറ്റന്നാള് നമ്മുടെ മന്ത്രി K. രാജൻ വന്ന് അതിൻ്റെ മറ്റുള്ള കർമ്മങ്ങൾ നടത്തും. പിന്നെ ഘട്ടം ഘട്ടമായി ഞങ്ങൾ പല മന്ത്രിമാരും ക്ഷണിച്ചിട്ടുണ്ട്. അവരെ സമയം നോക്കിയിട്ട് ഈ പരിപാടികൾക്ക് പങ്കെടുക്കാമെന്ന് ചില ഉറപ്പുകൾ ചിലർ നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു മന്ത്രി മാത്രമല്ല വരുന്നത്, പല മന്ത്രിമാരും നമ്മുടെ കരിമ്പുഴ ഫെസ്റ്റിവൽ പങ്കെടുക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് നടക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പ്രദേശത്ത് ഇങ്ങനെ വലിയ ഞങ്ങളുടെ കമ്മിറ്റി ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ബീച്ച് ഫെസ്റ്റിവൽ മാത്രം നടത്തിയാൽ പോരാ, ആൾക്കാരെ അറിയപ്പെടുന്ന രീതിയിലുള്ള ചില വികസനങ്ങൾ ആ പ്രദേശത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. വെറുതെ കൂടെ പൈസ ചെലവാക്കി മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അതിന് ശാശ്വതമായൊരു പരിപാടി എന്ന നിലയിൽ അതും കൂടി ഈ കമ്മിറ്റി ആലോചിച്ച് നമ്മുടെ കരിമ്പുഴ പ്രദേശത്ത് ഒരു വികസനം, പൂർണ്ണമായൊരു വികസനം കൊണ്ടുവരാനുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാനുള്ള ഏർപ്പാട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതും ഇതിന്റെ ഒരു ഭാഗമാണ്. ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ 11ാമത് എഡിഷൻ ഡിസംബർ 24 മുതൽ 31 വരെ നാളെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ വിപുലമായ പരിപാടികളാണ് ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കേരളത്തിലെ പ്രശസ്ത ഗായിക റിമി ടോമിയാണ് 30ാം തീയതി റിമി ടോമി ലൈവുമായി തീരദേശത്ത് കഴിമ്പ്രം ബീച്ചിൽ എത്തുന്നത്. 25ാം തീയതി വലിയ ഒരു മ്യൂസിക്കൽ ബാൻഡ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അൻവർ സദാത്തും ഹർഷവർദ്ധനൊക്കെ നയിക്കുന്ന ഒരു ബാൻഡ് അതിന്റെ ഭാഗമായിട്ട് ഗണിച്ചൊരുക്കിയിട്ടുണ്ട്. 27ാം തീയതി കായിക പരിപാടികളുമായി ബന്ധപ്പെട്ട് കളരിപ്പയറ്റും ജൂഡോയും കരാത്തയും ഒക്കെ അതിന്റെ പ്രദർശനങ്ങളും ഒക്കെയാണ് 27ാം തീയതി തയ്യാറാക്കിയിട്ടുള്ളത്. 26ാം തീയതി ഇന്റർനാഷണൽ റാപ്പർ DJ സന ആദ്യമായി തീരദേശത്ത് എത്തുകയാണ്. 26ാം തീയതി DJയുമായി ബന്ധം. 28ാം തീയതി വള്ളുവനാട് കൃഷ്ണകലാനിലയത്തിന്റെ നാടൻപാട്ട്, ഞാറ്റുപാട്ട്, ഫോക്ക് ഈവന്റ് ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 29ാം തീയതി കേരളത്തിന്റെ പ്രശസ്ത പിന്നണി ഗായകൻ കൊല്ലം ഷാഫിയും പിന്നെ ഗോകുൽരാജും നയിക്കുന്ന വലിയ ഒരു മെഗാ ഗാനമേളയാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വെങ്ങിനിശ്ശേരി അഡാപ്റ്റിലെ കുട്ടികൾക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷിച്ച് നീതൂസ് മോണ്ടിസോറിയിലെ കുട്ടികൾ. കുരുന്നുകളുടെ സാന്നിധ്യം ക്രിസ്തുമസ് ആഘോഷത്തെ വർണ്ണാഭമാക്കി.
പെരിഞ്ചേരിയിലെ നീതൂസ് മോണ്ടിസോറിയിലെ കുട്ടികളാണ് അഡാപ്റ്റിലെ കുട്ടികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചത്. ക്രിസ്മസ് കേക്ക് മുറിക്കൽ, ആശംസാ കാർഡ് കൈമാറൽ, മധുരം പങ്കുവയ്ക്കൽ എന്നിവയിലെല്ലാം കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു. തുടർന്ന് കേരൾ ഗാനാലാപനം, നൃത്തം എന്നിവയും അവതരിപ്പിച്ചു. മോണ്ടിസോറി പരിശീലക വിദ്യാർത്ഥികളുടെ നൃത്താവിഷ്കാരവും ക്രിസ്മസ് ആഘോഷത്തിന് ആവേശമായി. അഖില കേരള ബാലജന സഖ്യം പ്രവർത്തകരായ പോൾ, പ്രമോദ്, മുഹമ്മദ്, മോണ്ടിസോറി അധ്യാപിക നീതു, അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി, പരിശീലന കേന്ദ്ര മേധാവി ബിന്ദു കിഷോർ എന്നിവർ കുട്ടികൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. ചേർപ്പ് ലൂർദ് മാതാ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് കിറ്റുകൾ വിതരണം ചെയ്തു. ലൂർദ് മാതാ ബാലജന സഖ്യം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് കിറ്റുകൾ നൽകിയത്. തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായുള്ള കിറ്റുകൾ സമ്മാനിച്ചത്. ക്രിസ്മസ് കേക്കും ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെട്ടതായിരുന്നു കിറ്റുകൾ. പ്രധാനാധ്യാപിക സിസ്റ്റർ സരിത പുലിക്കോട്ടിൽ ക്രിസ്മസ് സന്ദേശം നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ പിൻസ ജോസഫ്, സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, CP ഷീല, ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു. പഠനത്തോടൊപ്പം വിവിധയിനം കലാകായിക മത്സരങ്ങളിലും പ്രതിഭ തെളിയിച്ച് വിദ്യാർത്ഥിനിയുടെ കുതിപ്പ്. ചേർപ്പ് ലൂർദ് മാതാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനി PM മിയയാണ് നാടിന്റെ താരമാകുന്നത്. പഠനത്തിൽ മിടുക്കിയായ മിയ എന്ന കുട്ടി കലാകായിക പ്രകടനങ്ങളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ നാഷണൽ സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗം ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം അംഗമായിരുന്നു മിയ. മെയ് മാസം കർണാടകയിലെ മാണ്ഡ്യയിലായിരുന്നു മത്സരം. 2024-25-26 അധ്യയന വർഷങ്ങളിൽ സംസ്ഥാന സ്കൂൾ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ മിയ തൃശൂർ ടീം അംഗമായിരുന്നു. 2024-25 അധ്യയന വർഷം 3ാം സ്ഥാനം ലഭിച്ച ടീമിലെ അംഗവുമായിരുന്നു മിയ. സബ് ജില്ലാ സ്കൂൾ ഗെയിംസിൽ ഖോഖോ, ബോൾ ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് എന്നീ ഇനങ്ങളിലും മിയയ്ക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായി. സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന, സംഘഗാനം എന്നിവയിലും മത്സരിച്ച് വിജയം നേടിയ കുട്ടിയാണ് മിയ. മികച്ച നേട്ടങ്ങളുടെ കുതിപ്പ് തുടരുന്ന മിയ ലൂർദ് മാതാ സ്കൂളിനൊപ്പം നാടിനൊന്നാകെ അഭിമാനമാവുകയാണ്. ഊരകം 30ാം നമ്പർ അംഗൻവാടിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. വിവിധ കലാപരിപാടികളോടെയാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത്. വാർഡ് മെമ്പർ ശരണ്യ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB പ്രജിത്ത മുഖ്യാതിഥിയായി. മുൻ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാസിൻ അക്ബർ, രാകേഷ് ഉണ്ണിയാമ്പുറം, അംഗൻവാടി അധ്യാപികമാരായ അനുപമ, നൂർദീൻ എന്നിവർ സംസാരിച്ചു. ക്രിസ്മസ് കേക്ക് ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 19ാം വാർഡിലെ മഹിളാ സമാജം അംഗൻവാടിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. വാർഡ് മെമ്പർ M സുജിത് കുമാർ ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി അധ്യാപിക രത്നകുമാരി, സുഭദ്ര, ഉഷ വേണു, ബിന്ദു ഉണ്ണികൃഷ്ണൻ എന്നിവർക്കൊപ്പം നിരവധി അമ്മമാരും കുട്ടികളും ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കെടുത്തു. INTUC പാറളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി K കരുണാകരൻ അനുസ്മരണം നടത്തി. 15ാം അനുസ്മരണ ചടങ്ങാണ് സംഘടിപ്പിച്ചത്. K കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങ് നടന്നത്. പാറളം പഞ്ചായത്ത് അംഗം ടോമി പെല്ലിശ്ശേരി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CR മണി അധ്യക്ഷനായി. AP രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. TM മോഹനൻ, ഡെന്നിസ് പെല്ലിശ്ശേരി, ആന്റണി തെക്കേക്കര, KC പ്രകാശൻ, VV വേണു, MC കുട്ടപ്പൻ, മാലതി പരമേശ്വരൻ, KR ശിവൻ, ഗോപി എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ കൂളിമുട്ടം ശാഖ രൂപീകരണ യോഗം നടന്നു. യോഗത്തിൽ അംഗത്വ കാർഡുകൾ വിതരണം ചെയ്തു. വേട്ടുവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് മുളഞ്ചേരി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ഷൈസൻ മുണ്ടാപ്പുള്ളി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി NV രമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി രവി അമ്മാടം, ജില്ലാ പ്രസിഡന്റ് VV വിനു, ജില്ലാ സെക്രട്ടറി KK ഉണ്ണികൃഷ്ണൻ, താലൂക്ക് സെക്രട്ടറി CC ബാഹുലയൻ, ട്രഷറർ സുശീൽ കുമാർ എന്നിവർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. വിവിധ കലാപരിപാടികളോടെയാണ് കുടുംബസംഗമം നടന്നത്. KSSPU മതിലകം ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് അശോകൻ അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി സാംസ്കാരിക സമിതി കൺവീനർ KB ബീന, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അബ്ദുൽ കരീം, അൽഫോൺസ, നാടക പ്രവർത്തകൻ മനോമോഹനൻ, MD സന്തോഷ്, യൂണിറ്റ് ട്രഷറർ കൈരളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചാത്തകുളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 10ാം ഉദയ മഹോത്സവം ഈ മാസം 26-ന് നടക്കും. മണ്ഡലകാല മഹോത്സവത്തിന്റെ സമാപന ദിനമാണ് 10ാം ഉദയം. വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കും. തുടർന്ന് നിർമ്മാല്യ ദർശനം, ഉഷപൂജ, ഒരാനപ്പുറത്ത് ശീവേലി എഴുന്നള്ളിപ്പും നടക്കും.
ശീവേലിക്ക് ശേഷം പഞ്ചഗവ്യം, നവകം, വിശേഷാൽ കളഭാഭിഷേകം, ചതുശത നിവേദ്യം, ഉച്ചപൂജ, ഉച്ചശീവേലി എന്നിവയുമുണ്ടാകും. തുടർന്ന് നിവേദ്യ വിതരണം നടക്കും. വൈകിട്ട് 5:30 നട തുറക്കും. തുടർന്ന് ദീപാരാധന, അത്താഴപൂജ, അത്താഴ ശീവേലി എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും. തുടർന്ന് ശാസ്താവ് നിലപാട് തറയിൽ എഴുന്നള്ളി നിന്ന് വിസ്തരിച്ച് വിളക്കാചാരം, കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ്, പഞ്ചാരിമേളം എന്നിവയും നടക്കും. തുടർന്ന് ഇടയ്ക്ക പ്രദക്ഷിണവും ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് ഭക്തർക്ക് നെൽപ്പറ അർപ്പിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,700 രൂപ, പവന് 1,01,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 15ാം അനുസ്മരണ ദിനം ആചരിച്ച് കോൺഗ്രസ് പാർലം മണ്ഡലം കമ്മിറ്റി. കോടന്നൂർ സെന്ററിൽ പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. അലങ്കരിച്ച പുൽക്കൂടും ക്രിസ്തുമസ് ട്രീയുമെല്ലാം ആഘോഷത്തെ വർണ്ണാഭമാക്കി. ആല ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ 11ാം വർഷത്തിന്റെ നിറവിലേക്ക്. കഴിമ്പ്രം ബീച്ചിൽ ഈ മാസം 24 മുതൽ 31 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുക. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.